ഹായ് ഓൾ, എല്ലാവർക്കും വോയിസ് ഓഫ് ഹരികൃഷ്ണൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കാന്ത ഡയറക്റ്റഡ് ബൈ സെൽവമണി സെൽവരാജ്. ഇതിൻ്റെ പ്രൊഡ്യൂഷൻ ചെയ്തേക്കുന്നത് ദുൽഖർ സൽമാനും സ്പിരിറ്റ് മീഡിയയും കൂടെയാണ്. അതായത് വാർഫെയർ ഫിലിംസും സ്പിരിറ്റ് മീഡിയയും കൂടെയാണ്. അദ്ദേഹം തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. കൊള്ളാം, നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് എന്താ പറയുക അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഇമോഷൻസ് ആയാലും ആ ക്യാരക്ടർ പിടിച്ചിട്ടുള്ള രീതിയിലുള്ള അഭിനയമായാലും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡായാലും സ്വാങ് ആയാലും എല്ലാം അടിപൊളിയാണ്. കോസ്റ്റ്യൂം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ എല്ലാം നല്ല രസമായിരുന്നു കാണാനായിട്ട്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ അഭിനയിച്ചേക്കണത് പിന്നെ നമ്മുടെ ഈ അടുത്ത കിണ്ടത്തിലേക്ക് അഭിനയിച്ച ഭാഗ്യശ്രീ ബ്രോസ് എന്ന് പറഞ്ഞ ഒരാൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊള്ളാം. ഈ പറഞ്ഞ മെയിൻ ആക്ട്രസ്സാണ് ഇതിൻ്റെ അകത്ത്, ഹീറോയിനാണ്. അത്യാവശ്യം നല്ല സ്ക്രീൻ പേസ് ഉണ്ട് അവർക്ക്, നല്ല ഒരു അഭിനയം അവരും കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഗായത്രി ശങ്കർ ഉണ്ട്, തമിഴ് മലയാളത്തിലേക്ക് അവർ അഭിനയിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ഇന്നത്തെ കേസ് കൊടു വിക്രത്തിലേക്ക് അഭിനയിച്ച ആക്ട്രസ്സാണ്. അവർ ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്, കൊള്ളാം. അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മെയിനായിട്ടൊരാൾ കൂടെ ഉണ്ട്, നമ്മുടെ സമുദ്രകനി, പണ്ട് തൊട്ട് തമിഴ് സിനിമയിലുള്ള ആളാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ദുൽഖറിനോട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ആക്ടർ, കൊള്ളാം. പിന്നെ നമ്മുടെ ബാഹുബലിയിലെ പൽവാൽ ദേവനൊക്കെ ഉണ്ട് ഇതിൽ, പോലീസായിട്ട് വരുന്നുണ്ട്. അദ്ദേഹവും കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വെറുപ്പിക്കലൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്കാണ് അദ്ദേഹം വന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമയുടെ കാസ്റ്റിങ്ങിൻ്റെ ഒരു മെയിൻ ഇത് പറയണം. പിന്നെ ഈ സിനിമയിലേക്ക് പോകുമ്പം സിനിമ എന്ന് പറഞ്ഞാൽ പണ്ട് അന്നത്തെ കാലത്ത് നടക്കുന്ന രീതിയിലായതുകൊണ്ട് ആ രീതിക്കുള്ള മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് സിനിമ ഉടനീളം. അന്നത്തെ ഫിലിം ഷൂട്ട് ചെയ്യുന്ന രീതിയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഇത് കാണാൻ പറ്റും നമുക്ക് സ്ക്രീനിൽ. അത് അങ്ങനെ എന്താ പറയുക, ഷഫിൾ ചെയ്ത് തന്നെ സ്ക്രീൻ ബ്ലാക്കും വൈറ്റും കളറും എല്ലാം കൂടെ ഷഫിൾ ചെയ്ത് തന്നെ. അപ്പോൾ അത് അവർ അത്യാവശ്യം നല്ല രീതിക്ക് ആ മേക്കിങ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അന്നത്തെ സിനിമ മേക്കിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് അവർ. അത് നമ്മളെ മാക്സിമം അവർ കൺവേ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയുടെ കളർ ഗ്രേഡിങ് ആയാലും കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റും ഈ പറഞ്ഞ ഒരു ഡാർക്ക് അറ്റ്മോസ്ഫിയറാണ്. കാരണം സ്റ്റുഡിയോക്കകത്ത് അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറാണ് കൂടുതലും, സ്റ്റുഡിയോക്കുള്ളിലുള്ള രംഗങ്ങളാണ് കൂടുതലും സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് കൊള്ളാം. അവർ നല്ല ആർട്ട് വർക്കാണ്, സിനിമാറ്റോഗ്രാഫിയൊക്കെ നല്ലതാണ് സിനിമയുടെ. പിന്നെ ബി ജെ ആണെങ്കിലും ഒരു രക്ഷയില്ല. ജെയ്ക്സ് വിജയണ്ണൻ്റെ ബി ജെ ഒക്കെ അടിപൊളിയാണ്. സിറ്റുവേഷൻ അനുസരിച്ച് നല്ല രീതിക്ക് നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ ദുൽഖർ സൽമാൻ്റെ ഇമോഷൻസ് രംഗങ്ങൾ കുറേ വരുന്നുണ്ട് ഇതിനകത്ത്, അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം നല്ലൊരു ഔട്ട്പുട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമയ്ക്ക് ചെറിയ രീതിയിൽ കുറച്ച് മിക്സഡ് വരാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ ഫേസ് ക്ലാസിക്കൽ ത്രില്ലർ മൂഡ് പടമാണ്. ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു എന്താ പറയുക, ഒരു ക്രൈം നടക്കുന്നുണ്ട്. അതാണ് പിന്നെ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് മൊത്തം പോകുന്നത്. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന ഒരു മാസ് ആക്ഷൻ രംഗങ്ങളോ ഫൈറ്റോ അല്ലെങ്കിൽ നെടുന്നൂലും ഡയലോഗുകളോ ഒന്നുമില്ല. ഇതൊരു സിനിമയ്ക്കകത്ത് കിടക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമ ഷൂട്ടിങ്ങും പിന്നെ ആ സെറ്റിലുണ്ടാവുന്ന ഇഷ്യൂസും അതൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ അന്ധകാലത്തുള്ള ഡയറക്ടേഴ്സ് ആക്ടേഴ്സ് തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള തർക്കങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വരച്ച് കാട്ടുന്നുണ്ട്. അതുകൂടാണ്ട് പിന്നെ ദുൽഖർ സൽമാനും ഈ പറഞ്ഞ സമുദ്രകനിയായിട്ടുള്ള ആ ക്യാരക്ടേഴ്സ് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിബേറ്റും ഈ പറഞ്ഞ തർക്കവും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിലുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ഡയറക്ടറായിട്ട് വന്നത് അദ്ദേഹമാണ്, സമുദ്രകനിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് അറിയാം. അത് നല്ല രീതിയിൽ ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ആ ക്യാരക്ടർ, അതായത് ആ മഹാദേവൻ എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ പിന്നെ അതുപോലെ ഉണ്ട് അവർ മുമ്പിലുള്ള ചതി, അതിൻ്റെ ഇടയിലുള്ള ദുൽഖർ അതിൻ്റെ അത് ജയിലിൽ പോണ അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും സിനിമയിലേക്ക് അഭിനയിക്കാൻ വരുന്നുണ്ട്. അഭിനയത്തിൻ്റെ ഇടയിൽ വീണ്ടും ഈഗോ ക്ലാഷ് ഉണ്ടാവണു. ഈ പറഞ്ഞ പോലെ നായികയും എന്താ പറയുക, ഈ പറഞ്ഞ ദുൽഖർ ആ ക്യാരക്ടറായിട്ടുള്ള ആ ഒരു എന്താ പറയുക ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യിക്കുന്നു. അത് പിന്നെ വേറെ തരത്തിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവണം. ഈ സിനിമ എന്താ പറയുക, ആ സിനിമാ ജീവിതത്തിൽ ഇടേണ്ടാവുന്ന ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസാണ് ഈ സിനിമ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഷൂട്ടിംഗ് രംഗങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ദുൽഖർ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ഓരോ ഷോട്ട് ടേക്ക് ചെയ്യണു, അത് വീണ്ടും അഭിനയിക്കുന്നു, അത് മെച്ചപ്പെടുത്താൻ വേണ്ടി വീണ്ടും റീടേക്ക് ചെയ്ത് അഭിനയിക്കുന്നു. ആ ഒരു സമയത്തുള്ള ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടൊക്കെ അത് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമ പറഞ്ഞാൽ അത്യാവശ്യം ഈ ലാഗും ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു കഥയായതുകൊണ്ട് ഇത് എത്രത്തോളം തിയേറ്ററിൽ യൂത്ത് ഓഡിയൻസൊക്കെ എത്രത്തോളം അംഗീകരിക്കുന്ന അറിയില്ല. കാര്യം ഈ തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ ആൾക്കാർ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഈ പറഞ്ഞ വെടി ബോംബുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ. ആ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു ശാന്തമായ ഒരു സിനിമ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എത്രത്തോളം ഇരുന്ന് കാണാൻ പറ്റുമെന്ന് പറയാം. സീരിയസ്ലി എനിക്കായാലും കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു
ഒരു ഇത് തോന്നും, ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു ഇത് തോന്നും. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ പടം മോശമാണെന്നൊന്നും പറയാനില്ല. ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലാണ് സിനിമ എടുത്തു വെച്ചേക്കുന്നത്. അതൊരു റിയൽ ബേസ്ഡ് സ്റ്റോറിയാണ്, അത് അങ്ങനെ തന്നെ ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ചെറിയ രീതിയിലൊക്കെ എന്തൊക്കെയോ ഒരു അഴിച്ച് പിടിക്കലൊക്കെ നടത്തിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യണ അനുസരിച്ച്. കുഴപ്പമില്ല. ഓവറോൾ സിനിമ കണ്ടിരിക്കുക, ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, പീരീഡ് ക്ലാസിക്കൽ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടരുണ്ടെങ്കിൽ അവർക്ക് പോയിരുന്ന് കാണാം. നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ ആസ്വദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്വദിക്കാനുണ്ട്. അതിൻ്റെ ഫ്രെയിംസ് ഒക്കെ നല്ലതാണ്. സ്ക്രീനിലിരുന്ന് കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ എല്ലാ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സിനിമയുടെ ടെക്നിക്കൽ സൈഡും ഇതൊക്കെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമ ഓക്കെയാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണോ അത് തിയേറ്ററിൽ കാണണോ വേണ്ടതെന്നൊക്കെ ഉള്ളത്. ചെയ്യാവുന്നതിൻ്റെ മാക്സിമം പരമാവധി അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ആക്ടിങ് സൈഡിൽ നിന്നായാലും ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ സൈഡായാലും സിനിമയുടെ മേക്കിംഗ് സൈഡായാലും എല്ലാ രീതിയിലും ഡയറക്ഷനും കാര്യങ്ങളൊക്കെ സിനിമ ഓക്കെയാണ്. ഇങ്ങനെ ഒരു കാര്യം എത്രത്തോളം എല്ലാവരും ഇത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ലെറ്റ്സ് എന്താ പറയുക, വെയിറ്റ്. ഇത് എത്രത്തോളം ഈ സിനിമ ഇതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. കാര്യം നല്ലൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കാര്യം മറ്റൊന്നും പറയാനില്ല, ഒരുപാട് വലിച്ചു നീട്ടാനില്ല. സിനിമ